ഹലോ ഗായ്സ്, പൂക്കിൻ ലവ് സീരീസിൻ്റെ 4th എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കിടിലൻ സീരീസാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മൾ സീൻസ് ഒന്നും വിടാണ്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യണത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു, എല്ലാം ഇഷ്ടമായി. അപ്പോൾ വേഗം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ടാർഗറ്റ് വെറും 50 ലൈക്സ് ആണ്. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാണ് ഒരു കുട്ടിയുടെ പ്രേതമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടി എങ്ങനെ മരിച്ചു അത് കണ്ടുപിടിക്കലായിരിക്കും ഈ വട്ടം നമ്മളെ പ്രോസിക്യൂട്ടറിൻ്റെയും നമ്മുടെ നായികയുടെയും കഥാപാത്രങ്ങളെ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടാണ് നായകനും പ്രേതങ്ങളെ കാണാനുള്ള ശക്തി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെ, കാരണം ഇത്രയും നാൾ നായികയ്ക്ക് മാത്രം അറിഞ്ഞല്ലോ, ഇനിയിപ്പോ നായകനും കൂടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇനി രസകരമായിട്ട് തന്നെയായിരിക്കും സീരീസ് പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ പ്രേതം പയ്യൻ നമ്മുടെ നായകനെയും നായികനെയും കൂടെ ഇവൻ മരിച്ച സ്ഥലത്തായിട്ട് കൊണ്ടുപോവാണ് രാത്രി. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു കാർ മറിഞ്ഞെടുക്കുകയാണ്. അപ്പൊ അതിന്റെ കാറിന്റെ അകത്ത് നോക്കുമ്പോൾ അച്ഛനും മോനും എന്ന് തോന്നുന്നു, അതിൽ മകനാലോ മരിച്ചത്. അപ്പൊ അച്ഛൻ ജീവനോടെ ഉണ്ട്, പക്ഷെ അച്ഛൻ അനങ്ങാൻ പറ്റാണ്ട് എടുക്കുകയാണ്. അപ്പോൾ ചോദിക്കുവാണ് എൻ്റെ മോൻ പുറകിലുണ്ട് കാറിൻ്റെ, അവൻ ഓക്കെ ആണോ എന്ന് നോക്കാൻ പറയുന്നു. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ മോൻ മരിച്ചുല്ലോ, കാരണം അതാണ് പ്രേതമായി വന്നത്. പക്ഷെ അയാൾ പിന്നെയും ചോദിക്കുവാണ് എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഇവർ പറയുന്നു മോന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ അയാളും ചിലപ്പോൾ ആ വിഷമത്തിൽ മരിച്ചു പോയേക്കാം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ആ കൊച്ചുകാരനാണ് അച്ഛൻ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ അയാൾ അവിടെ ചോര വാർന്ന് നടന്ന് മരിച്ചേനെ ആ കാറ് മറിഞ്ഞ് കിടന്നപ്പോൾ തന്നെ. ഈ പയ്യൻ ഇവരെ വന്ന് കണ്ടുകൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കരുതും അച്ഛൻ മാത്രമായിരുന്നു ആ കാറിലുള്ളൂ എന്ന്. അപ്പോൾ ആ കൊച്ചി പിന്നെയും വന്ന് നമ്മുടെ നായികയുടെ കൈ തട്ടിയിട്ട് പറയുകയാണ് കാറൊന്നും കൂടെ ചെക്ക് ചെയ്യാൻ. അവർ നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകൊച്ചോടെ ഉണ്ട്, ആ കൊച്ചു മരിച്ചിട്ടില്ലായിരുന്നു, അത് ഈ അനിയൻ കാരനാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, അതിൽ അച്ഛൻ പറയുന്നുണ്ട് പെങ്ങളെ നന്നായി നോക്കിക്കൊള്ളോട്ടറാന്നൊക്കെ. അപ്പോൾ ഇവ മരിച്ചെങ്കിലും പെങ്ങളെ സംരക്ഷിച്ചു എന്നാലോ കാണിക്കുന്നത്. പാവം അവൻ മാത്രം മരിച്ചു, ബാക്കി രണ്ടുപേരും. അത് ശരിക്കും ഒരു ഇമോഷണൽ സീനായിട്ടാണ് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചത്. അത് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് വിഷമം തോന്നും. അങ്ങനെ ആ കൊച്ചും നമ്മുടെ നായകനോട് നന്ദി പറഞ്ഞിട്ട് മാഞ്ഞു പോവാണ്. എന്നിട്ട് നായകനോട് ചോദിക്കുവാണ് ഇത് എന്ന് മുതലാണ് ഇങ്ങനെ പ്രേതങ്ങളെ കണ്ടു തുടങ്ങിയെന്ന് ചോദിക്കുന്നു. അത് പറയുന്നു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവരൊരു യാച്ചിന്ന് ഇവള് വെള്ളത്തിൽ ചാടും, ഇവളും ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ. കൂട്ടുകാരൻ മരിച്ചുവും ഇവളെങ്ങനെ രക്ഷപ്പെടും. പിന്നെ മുതൽ ഇവള് കൂട്ടുകാരനെ കാണും, പിന്നെ അതേപോലെ ഓരോ പ്രേതങ്ങളെ കണ്ടു തുടങ്ങി എന്ന് പറയുന്നു. കാരണം ആ സമയത്താണ് ഇവളും പ്രേതങ്ങളെ കണ്ടു തുടങ്ങിയത്. എന്നിട്ട് പറയുന്നു അന്ന് മുതൽ ആരെൻ്റെ കൈ പിടിക്കണോ അവരൊക്കെ ഗോസ്റ്റിനെ കണ്ടു തുടങ്ങും. അങ്ങനെ ഇവളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇവളെ ആർക്കും കൈ കൊടുക്കാത്തത്, കാരണം അവരുടെ ലൈഫ് മിസറബിൾ ആവുമല്ലോ പ്രേതങ്ങളെ കണ്ട് പേടിച്ച്. ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് നായിക പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നായകൻ കൈ കയറി പിടിച്ചിട്ട് എൻ്റെ ലൈഫ് മിസറബിൾ ആയതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അവർ തമ്മിൽ ഒരു റിയൽ കണക്ഷൻ ഫീൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നായകൻ കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രേതം വന്ന് ഇവൻ്റെ കഴുത്തി പിടിക്കാൻ നോക്കണേ കാണിക്കുന്നുണ്ട്. കാരണം തുടക്കത്തിൽ നല്ല പാടാണ് ഈ പ്രേതങ്ങളായിട്ട് ഇണങ്ങി വരാനെന്ന് നായിക പറയണമുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഇവൻ പോണ വഴിക്കൊക്കെ ഗോസ്റ്റ് ഉണ്ട്. ഇവൻ ആദ്യം കാണുമ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കും, കാരണം ഓരോരുത്തർ ചോര ഒലിപ്പിച്ച്, ചിലവർ പകുതി ശരീരം അങ്ങനെയൊക്കെ കാണുമല്ലോ. കാരണം ഇവൻ വാതിലോർക്കുമ്പോൾ അവിടെ പ്രേതം, വാതിൽ അടയ്ക്കുമ്പോൾ അവിടെ പ്രേതം, അങ്ങനെ ഫുള്ള് പ്രേതങ്ങൾ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായകൻ ഖുർആനും അതേപോലെ ബൈബിളും അതേപോലെ യേശു ക്രിസ്തുവിൻ്റെ ഇതും അങ്ങനെ എല്ലാ ബുദ്ധിസവും കാര്യങ്ങളൊക്കെ ഇവൻ ടേബിളിൽ നിരത്തി വയ്ക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ കരുതി നിങ്ങൾ ഏത്തിസ്റ്റാന്ന് ഓർത്തെന്ന് പറയുന്നു. ഇത് ഏത്തിസ്റ്റൊക്കെയാണ്, പക്ഷെ എന്നാലും ഇതൊക്കെ ചുമ്മാ ഇരുന്നോട്ടെ എന്നൊക്കെ നമ്മുടെ നായകൻ പറയുന്നുണ്ട്. എന്നിട്ട് വീക്കെൻഡിൽ ഇവനെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുവാണ്. കാരണം അപ്പം പ്രേതം വന്നാലും ഓവർ ആക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ നായകനാണ് ഈ സൗകര്യം കൊടുക്കാനുള്ള പ്രേതങ്ങൾ. നായകൻ പേടിച്ച് ഇല്ലാണ്ടാവുകയാണ്, കാരണം തുടക്കത്തിൽ ഭയങ്കര പാടാന്ന് പറയണത്. എന്നിട്ട് ഇവൻ നായികനെ വിളിച്ചിട്ട് നായിക എടുക്കണമില്ല, ഇവൻ ഓടി നായികയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോവാണ്. പക്ഷെ നായിക തുറക്കാനൊന്നും കൂട്ടാക്കാനുള്ള. അങ്ങനെ നായകൻ നിസ്സഹായനായി നിൽക്കുമ്പോൾ നായിക വയ്ക്കുകയാണ് ഇത് കുറച്ച് ടഫാണല്ലേ എന്ന് ചോദിക്കുന്നു. വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇവളെ ആരുടെയും കയ്യിൽ ഇതുവരെ തൊടായിരുന്നത്, കാരണം ഇങ്ങനൊരു അനുഭവം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഷ്ടമല്ലോ. എന്നിട്ട് നായകി കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അവര് പ്രേതങ്ങൾ വന്നാലും അവർ മൈൻഡ് ആക്കാതിരിക്കുക, അവർ കുറേ കിടന്ന് നോക്കും, പക്ഷെ ഒട്ടും മൈൻഡ് കൊടുക്കാതിരിക്കുക. അപ്പൊ പയ്യെ അത് നോർമലായി തുടങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ പറഞ്ഞു കൊടുക്കുന്നു ഗാർലിക് ഇങ്ങനെ ചവച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ പ്രേതം അടുത്ത് വരില്ല എന്നൊക്കെ. പക്ഷെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ മെയിൻ ഓഫീസർ വരുവാണ്, എന്നുവെച്ചാൽ ഇവരുടെ ഓഫീസിൽ വെച്ച്. ആ ടൈമിൽ ഇവൻ ചവച്ച് ഈ പുള്ളിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാണ്ട് ഇവൻ്റെ വായിൽ നിന്ന് തുപ്പാണ്. കാരണം ഗാർലിക് എന്ന് പറഞ്ഞാൽ അത്രയും പാടാലോ ചുമ്മാ ചവച്ച് തിന്നാനായിട്ട്. അങ്ങനെ കുറച്ച് പണികളോടെ നമ്മുടെ നായകന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നായകനും നായികയും നല്ല കമ്പനി ആവാനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നായകൻ ചോദിക്കുകയാണ് നമുക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ, കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, അതേപോലെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമല്ലോ, ഓൺലൈനിൽ തന്നെ അല്ലെങ്കിലും എന്തോരം ഫ്രണ്ട്സാണ് കാര്യങ്ങളെന്ന് പറയുകയാണ്. അപ്പോൾ ഇവളെന്തോ
എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. കാരണം ഇവൾക്ക് ഇനിയും ഒരു ട്രോമ, കാരണം ഒരു വട്ടം എൻഗേജ്മെൻറ്റ് മുടങ്ങിയതാലോ. അപ്പോൾ പിന്നെയും അത് അങ്ങനത്തെ ഒരു വിഷമം വരണമെന്ന് ഓർത്തായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇപ്പം ഈ പ്രശ്നം തീരുന്നവരെ ഒരുമിച്ച് നിൽക്കാം, എന്നിട്ട് പിന്നെ കാണുമ്പോൾ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചറായിട്ട് നടക്കാമെന്ന് പറയുന്നു നമ്മുടെ നായകനോട്. എനിക്ക് തോന്നുന്നു നായകൻ ഒരു മാസമോ എന്തോ പിടിച്ചു കഴിഞ്ഞാൽ പ്രേതങ്ങളെ കാണാൻ പറ്റില്ല എന്നും ഉണ്ടെന്ന്. നമുക്കത് കണ്ടിന്യൂ ആവോ ഇല്ലയോ എന്ന് എന്തായാലും ഈ എപ്പിസോഡിൽ അറിയാം. പക്ഷേ നായകൻ കുറച്ച് അറ്റാച്ച്ഡ് ആയിരുന്നു. നായകൻ പറയണ്ട് ഇത്രയും നാൾ കമ്പനി ആയിട്ട് നടന്നിട്ട് ഇനി കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചറായി എങ്ങനെ നടക്കും എന്നൊക്കെ നായകൻ സ്വന്തം ചോദിക്കേണ്ടത്. പക്ഷേ നായകൻ പിന്നെ കോളൊന്നും ചെയ്യാറില്ല, കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അങ്ങനെ നായകി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോള് വരുന്നു. അപ്പോഴും നായിക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നായികയുടെ മനസ്സിലുണ്ട്, കാരണം ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേഗം അങ്ങനെ വിട്ട് കളയാൻ പറ്റുന്നല്ലോ. അപ്പോൾ വേഗം നായിക എടുത്തിട്ട് ഇന്ന് ഗോസ്റ്റ് എന്ന് വെക്കുന്നുണ്ട്. പക്ഷെ കോള് നോക്കുമ്പോൾ അത് വേറെ ആരും വിളിച്ചേക്കണേ, നായകൻ വിളിച്ചേക്കണല്ല. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പയ്യെ. അതേപോലെ നമ്മുടെ ഫസ്റ്റ് 2 എപ്പിസോഡിൽ നായകൻ ഒരുത്തന്നെ പുറകടക്കണല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നായികയുടെ ഫാമിലിയിൽ ഒരു പെൺകൊച്ചിനെ കെട്ടാൻ വന്നവനെ പുറകെ. അങ്ങനെ അവനെ ജയിലിൽ നിന്ന് അവൻ റിലീസാവാണ് അവൻ്റെ അച്ഛൻ്റെ സ്വാധീനത്തോടെ. അപ്പോൾ നമ്മുടെ നായകൻ വന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇനിയും പൂട്ടുമെന്നൊക്കെ. പക്ഷെ അവൻ പറയുന്നു എനിക്ക് നിന്റെ പുറകെ നടക്കാൻ ടൈമില്ല, ഞാൻ വേറൊരാളുടെ പുറകെയാണ് എന്ന് പറഞ്ഞാൽ നായികയുടെ പേര് പറയുന്നു. ഞാൻ യോരിയുടെ പുറകെയാണെന്ന് പറയുന്നു. അവളെ എനിക്ക് തീർക്കണം എന്നോ അങ്ങനെ എന്താ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നായകൻ എന്തോ പോലെയോ, കാരണം ഇവന് ഇപ്പം നായകന് പോകാനൊന്നും ഇല്ലായിരുന്നു, ജോബെന്ന് മാത്രമേ പറയണേ. പക്ഷെ യോരിയുടെ പേര് കേട്ട് കഴിയുമ്പോൾ നായകനൊന്ന് ഇനി എന്താ നടക്കാൻ പോണേന്നുള്ളൊരു പേടി കാണിക്കണ്ട അവിടെ. അങ്ങനെ നായകൻ നേരെ രാത്രി ഉള്ള വീടിന് ഫ്രണ്ട് ചെന്ന് ഇവിടെ വിളിക്കാൻ നോക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇവിടെ പറയുന്ന കാര്യം ഓർക്കണം, ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാലും സ്ട്രേഞ്ചറായിട്ട് അങ്ങ് നിന്നാൽ മതിയെന്ന്. അപ്പം അത് പിന്നെ ഓർക്കുമ്പോൾ ഇവൻ വിളിക്കൽ വേണ്ടാന്ന് വയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ നായകൻ മുത്തശ്ശിയായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നു ഇന്ന് രാത്രി അങ്ങോട്ട് പോകരുത്, ഇന്നെന്താ പൗർണമി അങ്ങനെ എന്തോ സെറ്റപ്പൊക്കെയാണ്. അപ്പം നിൻ്റെ ജാതകം വെച്ച് ഇന്നത്തെ ദിവസം വീട്ടിലിരിക്കണേ നല്ലതെന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായകനെ കുറേ ഗുണ്ടകളൊന്ന് തട്ടിക്കൊണ്ടുമാണ് കാണിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നായകൻ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞേക്കുമല്ലോ. പക്ഷെ നായകന് വീട്ടിലേക്ക് കിടക്കാൻ നോക്കുമ്പോൾ കിടക്കാൻ പറ്റാനുള്ള, കാരണം നായകനെ വിളിച്ചിട്ട് കിട്ടണമില്ല. അപ്പം നായകൻ പുറത്തേട്ട് ഇറങ്ങുവാണ് അമ്മയുടെ വാക്ക് പാലിക്കാതെ. പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നേക്കുവാണ്. എന്നിട്ട് കയറി റൂമിൽ കിടക്കണമെന്ന് പറയുന്നു. ഇന്ന് എങ്ങോട്ടും പോകണ്ടെന്ന് കർശനമായിട്ട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ വില്ലൻ നായകനെ കൊല്ലാൻ തുടങ്ങുവാണ്. കാരണം ഓരോ എക്യുപ്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ട് കൊല്ലാൻ വച്ചേക്കണേൻ്റെ. അപ്പോൾ ഒരു പ്രേതം വന്നിട്ട് ഈ കണ്ണാടി നോക്കണ കാണിക്കുന്നുണ്ട് ഈ നായകനെ പിടിച്ചിട്ടാണ് മുറിയുടെ. എന്നിട്ട് നമ്മുടെ നായകൻ കുളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ കണ്ണാടിയിൽ ഇങ്ങനെ എഴുതി വരണ കാണിക്കുന്നുണ്ട്. മിക്കവാറും ലൊക്കേഷൻ ആവാനാണ് ചാൻസ് നായിക എവിടെയാണെന്നുള്ളത്. അങ്ങനെ അവളുടെ കഴുത്തിലായിട്ട് ഒരു സിറിഞ്ച് കുത്താൻ വരുമ്പോഴേക്കും നമ്മുടെ നായകൻ അവിടെ എത്തുകയാണ്. പിന്നെ കിടിലിനിടിയാണ്. നായകൻ ഇടിച്ച് എന്നുവെച്ചാൽ നായികനെ രക്ഷിക്കുമല്ലോ. അപ്പം നായിക വേഗം ഞെട്ടിപ്പോകും, കാരണം വിളിച്ചിട്ട് കൊടുത്തില്ല, ഒന്നും ചെയ്യാണ്ട് എങ്ങനെ നായകൻ ഇവിടെ എത്തി എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഗുണ്ടകളെ അവിടെ ഇട്ടിരിക്കുകയാണ്. നായികനെ രക്ഷിച്ച് കാറിൽ കൊണ്ടുവരുത്തി ഇവൻ കാറിലോട്ട് കയറുന്നതിന് മുമ്പ് വില്ലൻ കാറിൽ ഫുൾ സ്പീഡിൽ വന്ന് നമ്മുടെ നായകനെ ഇടിച്ചിടുവാണ്. അപ്പോഴേക്കും പോലീസൊക്കെ എത്തണ്ടെങ്കിലും ഇവനെ ഇടിച്ച് ഇവൻ്റെ തലേന്ന് ചോരയൊക്കെ വന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആശുപത്രി ചെല്ലുമ്പോഴൊക്കെ നായിക ഫുള്ള് കരച്ചിലാണ്, കാരണം നായിക ആയിരുന്നാലും ഈ അവസ്ഥ വന്നതെന്നുള്ളതൊക്കെ. പിന്നെ അവൻ എത്രത്തോളം എഫോർട്ട് ഇട്ടു എന്നൊക്കെ കാണുന്നതൊക്കെ ഇവളിങ്ങനെ പുറത്തു വന്നിരുന്ന് ഇങ്ങനെ കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഫ്രണ്ടിൽ വന്നിരിക്കും, എന്ന് പറഞ്ഞാൽ ഗോസ്റ്റായിട്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നായകൻ മരിച്ചു എന്നാണ് തോന്നണേ. നായകൻ മരിച്ചതായി കാണിക്കാനുള്ള, പക്ഷേ നായകൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല, കാരണം മുത്തശ്ശി പോകരുതെന്ന് പറഞ്ഞതാണ് ഈ ദിവസം. അങ്ങനെ ഇവള് കരഞ്ഞുകൊണ്ടുപോയി കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് ആ ഗോസ്റ്റിനെ, ഞാൻ കാരണം മരിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ. പക്ഷെ എന്താ നടന്നതെന്ന് കാണിക്കണില്ല. ഇപ്പോഴാണ് ഈ 4 എപ്പിസോഡായിട്ടുള്ളൂ. ഇനിയും 8 എപ്പിസോഡോളം എന്തോ ഉണ്ട്. 12 എപ്പിസോഡാണ് മൊത്തം സീസൺ. അപ്പോൾ കഥ എങ്ങനെ മാറുമെന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് എന്തായാലും വേഗം തന്നെ വരാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.